അതെ, വിശന്ന് പൊരിഞ്ഞ് വലഞ്ഞു വരുന്ന ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് നിനക്ക് വേണ്ടി മാത്രം ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്, കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് എന്താണ് എന്നറിയാതെ നിങ്ങളുടെ ലവ് ലാംഗ്വേജിൽ അവരോട് സ്നേഹമോ പ്രണയമോ എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? അവർക്കത് ആസ്വദിക്കാൻ പറ്റുമോ? നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലവ് ലാംഗ്വേജിലല്ല നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കേണ്ടത്, അവരുടെ ലവ് ലാംഗ്വേജിലാണ്. അവർ സ്നേഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കാം. അപ്പൊ ലവ് ലാംഗ്വേജ് എന്തൊക്കെയാണ്? വേർഡ്സ് ഓഫ് അഫർമേഷൻ ഉണ്ട്, ആക്ട്സ് ഓഫ് സർവീസ് ഉണ്ട്, ഫിസിക്കൽ ടച്ച് ഉണ്ട്, ടൈം ഉണ്ട്, സർപ്രൈസ്ഡ് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്ട്സ് ഓഫ് സർവീസ് ആയിരിക്കാം. അതായത് വാക്കുകൾ കൊണ്ട് ഒപ്പിക്കുന്നതൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടം, പുന്നാര വർത്താനങ്ങളൊന്നും ഇഷ്ടമല്ല, പകരം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിന് വേർഡ്സ് ഓഫ് അഫർമേഷൻ ഇഷ്ടമായിരിക്കാം, സർപ്രൈസ്ഡ് ഗിഫ്റ്റ് ഇഷ്ടമായിരിക്കാം. ഈ ബർത്ത്ഡേക്കൊക്കെ സർപ്രൈസ്ഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ ആ സമയത്തോ എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേ വരുന്നതല്ലേ, ഇതിലൊക്കെ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് അതാണെന്നാണ്. നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ട് അവർക്കത് ഇഷ്ടാവില്ല എന്നൊരു നിർബന്ധവും ഇല്ലല്ലോ. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവർ ഇഷ്ടപ്പെടുന്നതല്ലേ കുറച്ചും കൂടി മനോഹരമായിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ.